ഹായ് നമസ്കാരം. മേമലക്കാരൻ ബൈജുവിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാർലിക്കുളം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഒത്തിരി പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ചാർലിക്കുളം എടാ നിൻ്റെ വീഡിയോയിൽ മാത്രം വന്നിട്ടില്ലെന്നുള്ളത്. അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വന്ന് പഴയമാമന. ഇത് കോട്ടയം കുമളി റോഡ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ, കോട്ടയം കുമളി റോഡ്. പക്ഷേ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഷോർട്ട് കട്ടായിട്ട് നമ്മൾ എലപ്പാറിലോട്ട് പോകത്തില്ലേ, അപ്പോൾ ആ ഭാഗത്താണ്. അവിടെ നിന്ന് ഒരു 2 റോഡ് തിരിഞ്ഞ് ഇവിടെ വലത്തോട്ട് പോകുന്ന വഴിയാണ് ചാർലിക്കുളത്തോട്ട്. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇപ്പോൾ വന്നത് പഴയമാമനത്തിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പോൾ ഒരു കുരിശുപള്ളിയുണ്ട് കേട്ടോ. നമ്മൾ പോകേണ്ടതെന്ന് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഈ റോഡ് കാണുന്നത് ഇത് മൂപ്പർത്തമുളകിലോട്ടുള്ള റോഡും പിന്നെ താഴെ കൂടെ പോകുന്നത് ബ്ലാമല റോഡുമാണ് കേട്ടോ. അപ്പം അവിടെ ഇപ്പം ബ്ലാമല റൂട്ടിൽ അവിടെ ഈ പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം 2 വീലറൊക്കെ പോകാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം ഓഫ് റോഡുള്ള വണ്ടികളൊക്കെ പോകുന്നത്. നാളടകളിൽ അത് റോഡ് പൂർണ്ണമായി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകാനായിട്ടുള്ള എളുപ്പ വഴി ഇതിലെ കൂടെ, കാരണം സുലഭമായിട്ടുള്ള രീതി കുട്ടിക്കാനം അതിലൊക്കെ ചുറ്റാതെ നമുക്ക് ഇതിലെ കൂടെ പോകാൻ പറ്റും. സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഒരുങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കാം സാധ്യതയാകാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഇപ്പോൾ ഈ ഇടത്തോട്ട് കൊടുവാർ റൂട്ടിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ എല്ലാവരും ചിന്തിക്കും നേരത്തെ ഇതിലെ കൂടെയാണ് വഴി, ചാർലിക്കുളത്തോട്ട് പോകുന്ന വഴി. പക്ഷേ ഇവിടെ മേലിൽ സ്കൂളുള്ളത് കൊണ്ട് പോകുന്ന വിനോദസഞ്ചാരികളൊക്കെ എന്നറിയുമോ, അത് സ്കൂളിന് ഒരു ബാധകമായിട്ടുള്ള രീതിയിലുള്ളതുകൊണ്ട് അവർ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പം വരുന്നവരാരും ഇവിടെ വന്നിട്ട് അയ്യോ അത് ബ്ലോക്ക് ആക്കിയല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോകണ്ട, വേറെ അപ്പുറത്തോടെ വഴിയുണ്ട്. അതിൻ്റെ ഒരു വളവ് കഴിഞ്ഞ് തൊട്ടടുത്ത ഭാഗത്തുകൂടെയാണ് നമുക്ക് പോകുന്നത് കേട്ടോ. ഇവിടെയാണ് സ്പോട്ട്. വണ്ടി ഏതൊക്കെ അങ്ങോട്ട് കടത്തിവിടത്തിൽ നിന്ന്, വണ്ടി കടത്തിവിടത്തിലല്ല ഒത്തിരി തിരക്കാവുന്നതുകൊണ്ട് വണ്ടി നിലവിൽ ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ പോകേണ്ടത്, നടന്നു പോവുക. നമ്മളിങ്ങോട്ട് വരുന്നതേ ഇവിടെ കോൺക്രീറ്റ് റോഡുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ മേലേക്കൂടെ റോഡ് പോകുന്നുണ്ട്, അതിലൂടെ പോയേക്കരുത്. താഴെ കൂടെ റോഡ് പോകുന്നുണ്ട്, അതിലും പോകണ്ട. ഇപ്പോൾ വരുന്നത് നമുക്ക് അറിയാം. മേലേക്കൂടെ വരിക, കോൺക്രീറ്റ് റോഡുണ്ട്. ഹൈറേഞ്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന ഒരു മരമാണ് ചൂളമരം കേട്ടോ. എല്ലാ എസ്റ്റേറ്റിലും ഉണ്ട് ചൂളമരം. അതങ്ങനെ നല്ല തേക്കുന്നൊരു പോലെ അങ്ങനെ എന്താ പറയാനാ, അത്ര മനോഹരമായിരിക്കും. ഇവിടെ നീക്കുമ്പോൾ അതിൻ്റെ ചൂളമടിയും ഇതിനെ തണുപ്പും ആശ്വാസമൊക്കെ വളരെ താല്പര്യം. നമ്മളിതിൻ്റെ സ്പോട്ടിൽ വന്ന് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മനോഹരിത എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ്. എന്ത് സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത ഒരു ഫീലാണ്. തിരിച്ചു പോകുന്നത് നമ്മൾ ഉൾക്കാൻസിൽ കൂടെ മേമല എത്തുന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. ആ വഴി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് പിരിയാണ്. ഓക്കെ, പാമനാട്ടിലോട്ട് പോകുന്നല്ലോ. പാമനാട്ടിലോട്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ നിലവിൽ പോകേണ്ടത് വുഡ്ലാൻഡ്സ് മേമല. അത് ഇവിടുന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ LMS വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് ഈ വഴി ക്ലിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലാഡ്രം വഴി നമ്മളിവിടെ വന്നു. ഈ ജംഗ്ഷൻ വരികയാണ്. നമ്മൾ പോകേണ്ടത് വലത്തോട്ടാണ്. ഈ റോഡ് കാണുന്നില്ല, ഈ റോഡ് കാണുന്നത് എന്നാണ് പാമ്പനാട്ടി ഇരുന്ന റോഡാണ്. നമ്മൾ എപ്പോഴും പറയുമല്ലോ വുഡ്ലാൻഡ്സ് ടു പാമ്പനാറിന് എളുപ്പ വഴി എന്ന് പറയത്തില്ലേ, ആ റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ പാമ്പനാറ്, വലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ മേമല കേട്ടോ. അപ്പം മേമലയിൽ വരുന്നവർക്ക് ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു 50 മീറ്റർ കസ്റ്റഡി ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഇടത്തോട്ടാണ് കയറി പോകേണ്ടത് ഈ ചാർലിക്കുളം കാണാൻ വേണ്ടി. ഇതാണ് പള്ളി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിപ്പം നമ്മൾ നിലവിൽ പാമ്പനാട്ടിയിരുന്നല്ലേ നമ്മൾ ചാർലിക്കുളത്ത് പോയത്. അപ്പം
കുട്ടിക്കാനം കട്ടപ്പനയുടെ തൊട്ടടുത്ത് മേമയുടെ തൊട്ട് താഴെ വുഡ്ലാൻഡ്സിൽ കൂടെ ഷോർട്ട് കട്ടായിട്ട് പോകാമെന്ന് പറഞ്ഞില്ല. അതിലെ കൂടെ പോയി ഇതിലെ കൂടെ വന്നു. പോകുന്നവർക്കും ഇതിലെ കൂടെയും പോകാം എന്നുള്ള കാഴ്ചയിലാണ്. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സ്പോട്ട്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിമനോഹരമായിട്ടുള്ള ചാർലിക്കോളം കണ്ട് ആസ്വദിക്കുവാൻ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ഫോളോ ചെയ്തതിലും കണ്ടതിലും എല്ലാവർക്കും പ്രത്യേകിച്ച് മേഖലക്കാരുടെ ബൈക്കിൻ്റെ പേര് നന്ദി അറിയിക്കും.